കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടട്ടെ. ഈ നല്ല സന്ധ്യാവേളയിൽ പ്രിയപ്പെട്ട അച്ഛന്മാരോട്, ഇടവകയിലെ ബഹുമാനപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2 ദിവസം വളരെ സന്തോഷകരമായി ചിലവഴിക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവമക്കളുടെ അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി അനുഭവിപ്പാനും പ്രിയപ്പെട്ട അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും മിഠായിലിൻ്റെയും എല്ലാം സ്നേഹത്തിലും പരിചരണത്തിലും ഇവിടെ വസിപ്പാനും ദൈവം കൃപ ചെയ്തു. പോരാ നേരത്ത് എൻ്റെ ഭാര്യ എന്നോട് തിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് എന്നുള്ളത്. അച്ഛനെ കണ്ട നാൾ മുതൽ തുടങ്ങിയ ഒരു നല്ല സ്നേഹബന്ധമാണ്. ആയുസിലെ നെപ്പുറോ എന്ന് അതിസംബോധന ചെയ്ത ഒരേ ഒരു അച്ഛനേ ഉള്ളൂ, അത് KC ചാക്കോ അച്ഛനാണ്. എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ചോദിക്കും, ബ്രോ ഹൗ ആർ യു എന്ന്. അതെൻ്റെ ആയുസിൽ ഞാൻ ഒറ്റ അച്ഛനിലാണ് കേട്ടേക്കുന്നത്. അങ്ങനെ ഒരു ആത്മീക ബന്ധം, ഒരു നല്ല സ്നേഹബന്ധം, സുഹൃത്ത് ബന്ധം ലഭിച്ച ഒരു പ്രിയപ്പെട്ട കുടുംബമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 2 ദിവസങ്ങളിൽ സന്തോഷകരമായിട്ട് ചെലവഴിപ്പാൻ ദൈവം കൃപ ചെയ്തു. തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വായിച്ച വേദഭാഗം അല്ല കുറിവാക്യം, അതൊരു ഹോൾ ചാപ്റ്ററാണ്. ചാപ്റ്റർ 53 ഐസയ എല്ലാവർക്കും അറിയാവുന്ന കർത്താവിൻ്റെ മരണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. അതെല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് രാത്രി എൻ്റെ വാക്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം, എപ്പിസ്റ്റൽ ഓഫ് ഗലേഷ്യൻ ചാപ്റ്റർ 6 വേഴ്സ് 14. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും എന്നോട് ചേർന്ന് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കണം. ഇന്ന് രാത്രി കർത്താവിന്റെ വചനം, ക്രൂശിന്റെ വചനം വ്യക്തതയോടെ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. കർത്താവ് നമ്മെ വഴി കാണിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ അറിവില്ലാത്തവരായിരിക്കുന്നെങ്കിൽ വചനം ഇന്ന് രാത്രി നമുക്ക് അറിവ് നൽകട്ടെ, ബോധ്യം നൽകട്ടെ, ഉറപ്പ് നൽകട്ടെ. രക്ഷയുടെ ഉറപ്പ് ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇതിന്റെ അകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് യൗവനക്കാർ, മാതാപിതാക്കൾ, നമ്മളെല്ലാവരും ആ നിത്യരക്ഷയിൽ സന്തോഷമുള്ളവരായി മടങ്ങിപ്പോകാൻ, എന്താണ് രക്ഷയെന്ന നല്ല ബോധ്യത്തിൽ മടങ്ങിപ്പോകാൻ ഈ രാത്രി കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല കർത്താവേ, സ്വർഗത്തിലെ പിതാവേ, തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പുസ്തകം ഇങ്ങനെ തുറന്നു വയ്ക്കാനും അത് പഠിക്കാനും അതിൽ നിന്ന് പങ്കുവയ്ക്കാനും തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിവുകേടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, അറിവുകേടുകളെ സമർപ്പിക്കുന്നു. സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം വഴി കാട്ടി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന്
പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ സമയം രക്ഷയുടെ ഉല്ലാസം അനുഭവിക്കുന്ന സമയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നല്ല നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. 2010 ആദ്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് പോകുന്നത്. അന്ന് തൊട്ട് പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ദൈവം ഭാഗ്യം തന്നെങ്കിലും അന്ന് തൊട്ട് പിൻപറ്റുന്ന ഒരു കാര്യമാണ് ഈ ടെൻഷൻ എന്നുള്ളത്. പ്രസംഗിക്കുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനാണ്. ഞാൻ 4 പേരുടെ നടുവിലും പ്രസംഗിച്ചിട്ടുണ്ട്, 6000 പേര് കൂടുന്ന വലിയൊരു കൺവെൻഷനിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് മീറ്റിങ്ങിന് ചെന്നാലും ശരീരം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിക്കും. ഒന്നേ നടുവേദനയായിട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഇന്നിവിടെ കയറി നിൽക്കുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ആദ്യമായി പ്രസംഗിക്കുന്നത് പോലെ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം അടിയനെയും സഹായിക്കട്ടെ, വചനം പറയാൻ ദൈവം കൃപ ചെയ്യട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്ന ഒരു മനോഹരമായ പദമാണ്, എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒന്ന് ചിന്തിക്കണം. ക്രൂശ് ഇന്ന് നമുക്കൊരു അടയാളമാണ്, ഒരു സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അത് ഇട്ടുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ഒരു അടയാളത്തിന്റെ ഭാഗമാണ്. നമുക്ക് അതൊരു അഭിമാനമാണെന്ന് വേണം പറയാൻ. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ക്രൂശ് ഒരിക്കലും അഭിമാനമല്ല, അത് ഒരു അപമാനമാണെന്ന് മറക്കരുത്. ലോകം കണ്ടതിൽ വെച്ച് ഒരു മനുഷ്യനെ അതിക്രൂരമായി കൊല്ലാൻ കണ്ടെത്തിയ മാർഗമാണ് ക്രൂശ് എന്നുള്ളത് മറക്കരുത്. ഞാൻ ക്രൂശീകരണം എന്താണെന്ന് അല്പമായി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് വചനത്തിലേക്ക് മടങ്ങി വരാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താണ് ക്രൂശീകരണം? പാക്സ് റൊമാന എന്നൊരു പദം അന്നത്തെ റോമാക്കാർ ഉപയോഗിക്കുമായിരുന്നു. പാക്സ് റൊമാന എന്ന് വെച്ചാൽ റോമിന്റെ സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് അത് അർത്ഥമാക്കുന്നത്? റോമൻ പൗരന്മാരെ 3ആയി തരം തിരിച്ചിരുന്നു. ഒന്നാമത്തെ കൂട്ടരെ പെട്രീഷ്യൻ എന്ന് വിളിക്കും, രണ്ടാമത്തെ കൂട്ടരെ പ്ലീബിയൻ എന്ന് വിളിക്കും, മൂന്നാമത്തെ കൂട്ടരെ ഡുലോസ് അല്ലെങ്കിൽ അടിമകൾ എന്ന് വിളിക്കും. പെട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ അത് അധികാരവർഗമാണ്, സമ്പന്നരായ മനുഷ്യരാണ്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. പൗലോസ് ശതാധിപനെ നോക്കി പറയുന്നുണ്ട്, നീ കാശ് കൊടുത്ത് മേടിച്ചതെങ്കിൽ ഞാൻ റോമൻ പൗരത്വം ജനിച്ചപ്പോൾ പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിസമ്പന്നന്മാരുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ശ്രേഷ്ഠതയുള്ള മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പദവിയാണ് 1-ാം കിട പൗരന്മാർ അല്ലെങ്കിൽ പെട്രീഷ്യൻ. അവർ ഉന്നത വിഭാഗമാണ്. രണ്ടാമത്തെ കൂട്ടരെയാണ് പ്ലീബിയൻ എന്ന് വിളിക്കുന്നത്, അവർ മധ്യവർഗം എന്ന് അറിയപ്പെട്ടു. മൂന്നാമത്തെ കൂട്ടരെയാണ് ഡുലോസ് അല്ലെങ്കിൽ അടിമകൾ എന്ന് വിളിച്ചിരുന്നത്. റോമൻ പൗരന്മാരുടെ കണക്കെടുക്കാൻ പോയാൽ അന്നത്തെ കാലത്ത് 20% പേരും റോമിൽ അടിമകളായിരുന്നു എന്ന് മറക്കരുത്. റോമൻ പടയോട്ട കാലത്ത് അവർ പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ നിറയപ്പെട്ട ദേശമായിരുന്നു റോം എന്നുള്ളത്. അവരെല്ലാം അടിമകളായിരുന്നു. ഇനി ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. ഗ്ലാഡിയേറ്റർ എന്ന് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ യങ്സ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ മക്കളോട് ചോദിക്കണം എന്താണ് ഗ്ലാഡിയേറ്റർ എന്നുള്ളത്. സാവകാശം പോലെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. ഗ്ലാഡിയേറ്റർ മൂവിയായിട്ട് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ പുറകിൽ ഒരു വലിയ ചരിത്രമുണ്ട്. എന്താണ് ഗ്ലാഡിയേറ്റർ? കൊളോസിയം എന്നറിയപ്പെടുന്ന വലിയ എന്റർടൈൻമെന്റ് സ്ഥലത്ത് ഏകദേശം 50,000 പേർക്ക് വരെ ഇരിക്കാവുന്ന സ്ഥലത്ത് ആളുകൾ വന്നുകൂടുന്നതിന്റെ നടുവിൽ നടക്കപ്പെടുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ് ഗ്ലാഡിയേറ്റർ എന്നുള്ളത്. അവിടെ നടക്കുന്നത് ഫുട്ബോൾ കളിയല്ല, ക്രിക്കറ്റ് അല്ല, കേവലം ഒളിമ്പിക്സ് അല്ല. അവിടെ നടത്തപ്പെടുന്നത് മനുഷ്യനെ കൊന്നൊടുക്കുന്ന പരിപാടിയാണ്. അടിമകളും തമ്മിൽ യുദ്ധം ചെയ്യുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ഗ്ലാഡിയേറ്റർ എന്നുള്ളത്. മനുഷ്യനും മൃഗവും തമ്മിൽ യുദ്ധം ചെയ്യും, മനുഷ്യനും തമ്മിൽ യുദ്ധം ചെയ്യും. ഒരുത്തനെ കൊന്നുമുടിക്കും, അവന്റെ തല വെട്ടിയെടുക്കും, അവന്റെ ശരീരത്തെ പകത്തുമാറ്റും ആയുധം കൊണ്ട്. അത് കണ്ട് സന്തോഷിക്കാൻ ആളുകൾ വന്നുകൂടും. അതിനെ വിളിച്ചിരുന്ന പേരാണ് ഗ്ലാഡിയേറ്റർ എന്നുള്ളത്. അത് യജമാനന്മാർക്ക് ഏറെ ലാഭം കൊണ്ടുവരും. ജയിക്കുന്ന അടിമകളുടെ യജമാനൻ ധനസമൃദ്ധി പ്രാപിക്കും, സമ്പന്നനായി തീരും. അപ്പോൾ യജമാനൻ എന്ത് ചെയ്യണം? ഈ അടിമകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല സുഖ സൗകര്യമുള്ള ജീവിതം കൊടുക്കണം. ഈ അടിമകളെ ഒരു പട്ടാളക്കാരനേക്കാൾ മെച്ചമായ ആയുധ പരിശീലനം കൊടുക്കണം. അങ്ങനെ ആയുധ പരിശീലനം നേടി മെച്ചമായ കഴിവ് സമ്പാദിച്ച ഈ അടിമ ഒരു സുപ്രഭാതത്തിൽ
അവന്റെ യജമാനനെ കൊന്ന് റോമിന്റെ ഭരണത്തെ വെല്ലുവിളിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പേരാണ് പാക്സ് റൊമാന. റോമിന്റെ സമാധാനത്തെ തകർക്കുന്നു. അങ്ങനെ തകർക്കുന്ന ആ റോമൻ പൗരനെ ചിരച്ഛേദം ചെയ്ത, കൊല്ലുന്ന, രാജ്യദ്രോഹ കുറ്റം ചെയ്ത, ക്ഷമിക്കാൻ പറ്റാത്ത അതിക്രമം ചെയ്യുന്നവനെ വിധിക്കുന്ന സ്ഥലമാണ് ക്രൂശ് എന്നുള്ളത് മറക്കരുത്. സ്തോത്രം. ഈ ക്രൂശീകരണത്തിന്റെ പടി അത് വിശദീകരിക്കാൻ പോയാൽ എന്റെ ഇൻട്രൊഡക്ഷന് തന്നെ ഒരുപാട് സമയം പോകും. ക്രൂശിനെ രണ്ടായിട്ടാണ് പറയുന്നത്. സിംപ്ലക്സ് എന്നും പാറ്റിബുലം എന്നറിയപ്പെടുന്ന രണ്ട് ഭാഗമാണ് ക്രൂശിനുള്ളത്. ഭൂമിയിൽ തറച്ചു വെക്കുന്ന ഭാഗത്തെ സിംപ്ലക്സ് എന്ന് വിളിക്കും. ക്രൂശിക്കപ്പെട്ടവൻ ചുമന്നുകൊണ്ട് പോകുന്ന ഭാഗത്തെയാണ് പാറ്റിബുലം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്രൂശ് ചുമന്നല്ല നടക്കുക. പ്രത്യുത കൈ തറയ്ക്കപ്പെടുന്ന ഭാഗം തോളിലെന്തിക്കൊണ്ട് വേണം കുരിശിലേക്ക് നടന്നു പോകാൻ. ഇങ്ങനെ നടന്നുപോയ ഉടനെ ക്രൂശ് മരണം നടക്കത്തില്ല. പ്രത്യുത റോമിലെ വൈദ്യരെ വിളിക്കുന്ന പേരാണ് അപ്പോത്തിക്കിരി എന്ന് പറയുന്ന വൈദ്യൻ അവിടെ വരും. എന്നിട്ട് ക്രൂശീകരിക്കുന്നവനെ, ക്രൂശിക്കപ്പെടുന്നവൻ എവിടെയാണ് ആണിയടിക്കേണ്ടത് എന്നൊരു അടയാളം ഇടും. ആണിയടിക്കേണ്ട സ്ഥലം അത് നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമ്മുടെ കൈക്കകത്തല്ല. പ്രത്യുത മണിബന്ധം എന്നറിയപ്പെടുന്ന, റിസ്റ്റ് എന്നറിയപ്പെടുന്ന രണ്ട് ഞരമ്പുകൾ പോകുന്ന ഇതിന്റെ ഇടയിലൂടെയാണ് ആണി കയറ്റേണ്ടത്. അത് അടിച്ചു കയറ്റുകയല്ല ചെയ്യുക. പ്രത്യുത 8 വലിപ്പമുള്ള ചതുര വടിവുള്ള ആണി ഇതിന്റെ അകത്തുകൂടെ റോമൻ പൗരൻ, റോമൻ പടയാളി തള്ളിക്കയറ്റും അല്ലെങ്കിൽ തിരിച്ചു കയറ്റും എന്നാണ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഇവിടത്തെ ഞരമ്പ് പൊട്ടും, ഞരമ്പ് പിഴയും, കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ തളം കെട്ടും, പ്രാണവായുവിന് വേണ്ടി തുടിക്കും, അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇഞ്ചിഞ്ചായി ഒഴുകിപ്പോകും. ഇതാണ് ക്രൂശിന്റെ പടി എന്നുള്ളത്. രണ്ട് കൈയും തുളയ്ക്കപ്പെട്ട്, കാലും തുളയ്ക്കപ്പെട്ട് പിന്നീടാണ് അവനെ ക്രൂശിലേക്ക് ഉയർത്തുക. ശ്രദ്ധിക്കണേ, ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരത്തെ ജലത്തിൽ ഒഴുക്കില്ല. ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരത്തെ ഭൂമിയിൽ ഇറക്കി വെക്കില്ല. ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരത്തെ അഗ്നിയിൽ ദഹിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? ക്രൂശിക്കപ്പെട്ടവൻ അധർമ്മിയായതുകൊണ്ട്, ഭൂമി ദേവനായതുകൊണ്ട്, അഗ്നി ദേവനായതുകൊണ്ട്, ജലം ദേവതയായതുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവൻ ക്രൂശിൽ കിടക്കണം. 6 മണിക്കൂർ മുതൽ 6 ദിവസം വരെ അവൻ മരിക്കാൻ എടുക്കും. ഇത് എഴുതി വെച്ചത് റോമൻ ചരിത്രകാരനായ പ്ലിനിയാണ്. അദ്ദേഹം എഴുതി വെച്ച ചരിത്രത്തിന്റെ ഭാഗമാണ്. 6 ദിവസം വരെ ക്രൂശിൽ കിടന്നവരുടെ ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ക്രൂശിക്കപ്പെട്ടവൻ എന്തു പറ്റും? അവനെ ക്രൂശിൽ നിന്ന് ഇറക്കാതെ വരുമ്പോൾ അവന്റെ മരണത്തിന് മുമ്പേ പക്ഷികൾ വന്നവന്റെ മാംസത്തെ കൊത്തി ഭക്ഷിക്കാൻ തുടങ്ങും. അവർ അവന്റെ ആന്തരിക അവയവങ്ങളെ എടുത്ത് പുറത്തിടും. അത് മൃഗങ്ങൾ ഭക്ഷിക്കും. അതിന്റെ നാറ്റം ദേശം മുഴുവൻ പരക്കും. കണ്ടു പോകുന്നവർ തലകുലുക്കി ചിരിക്കും. അവർക്കെല്ലാം പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ, പാക്സ് റൊമാന എന്ന് പറഞ്ഞാൽ റോം പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ നിന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് എന്ന് ഉലകത്തോട് വിളിച്ചു പറയുന്ന അതിക്രൂര മരണമാണ് ക്രൂശ് എന്നുള്ളത്. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്കോ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ എന്റെ ചോദ്യം ഇതാ, എന്താ ഈ ക്രൂശിന്റെ പ്രത്യേകത? ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറയുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ക്രൂശ് എന്ന് പറയുമ്പോൾ എന്റെ സന്തോഷത്തിന്റെ സ്ഥലമാണ്. എന്താ കാരണമെന്ന് വിശദീകരിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഒരു ദിവസം സ്കൂളിലേക്ക് തന്റെ അമ്മയെ നോക്കിക്കൊണ്ട് കുഞ്ഞു പറഞ്ഞു, എന്റെ അമ്മ സ്കൂളിലേക്ക് വരരുത്. എന്താണ് കാരണം? അമ്മ വിരൂപയാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഒരു മുഖത്തിന് ഭാഗമില്ല, അതെല്ലാം പൊള്ളിപ്പോയിരിക്കുകയാ. അമ്മയുടെ ശരീരഭാഗങ്ങൾ പകുതിയിലേറെ പൊള്ളി തീർന്നതാണ്. അതുകൊണ്ട് കുഞ്ഞു പറഞ്ഞു, അമ്മ എന്റെ സ്കൂളിൽ വരരുത്, എല്ലാവരും എന്നെ കളിയാക്കും. അമ്മയുടെ രൂപം കണ്ടാൽ എല്ലാവരും പേടിക്കും, എല്ലാവരും കളിയാക്കും. അമ്മ സ്കൂളിൽ വരരുത്. ഇത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ട് അതുവരെ മകളോട് പറയാത്ത ചരിത്രം അമ്മ പറഞ്ഞു, മോനെ, നീ സുന്ദരിയായിരിക്കുന്നതിന്റെ കാരണം അമ്മ വിരൂപയായി തീർന്നത് കൊണ്ടാ. ചരിത്രം മോളോട് പറഞ്ഞു, നീ തൊട്ടിലിൽ കിടക്കുന്ന പ്രായം, നമ്മൾ വസിക്കുന്ന വീട് കത്തിപ്പിടിച്ചു, എരിഞ്ഞു തീരുന്നതിന്റെ അകത്ത് നിന്റെ രക്ഷിപ്പാൻ ആരും കയറാതെ വന്നപ്പോൾ ഞാൻ എന്ന വ്യക്തിത്വം അതിന്റെ അകത്തേക്ക് ഓടിക്കയറിയപ്പോൾ നിന്റെ മാറോ
മാറോട് ചേർത്ത് പിടിച്ചു. എന്റെ മാർഗിലെ ചൂടാണ് നിനക്ക് കിട്ടിയത്, എന്നാൽ കത്തിയെരിഞ്ഞ വീടിന്റെ ചൂടാ എന്റെ മേലടിച്ചത്. ആ ചൂടാണ് എന്നെ പകുതി വെന്തവളാക്കി തീർത്തത്. ഞാൻ വിരൂപയായിരിക്കുമ്പോൾ നീ മറക്കരുത്, അത് നീ സൗന്ദര്യമുള്ളവളായിരിക്കാനാണ്. ഇന്ന് രാത്രി ക്രൂശിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എന്റെ കർത്താവ് മറ്റുള്ളവരാൽ തകർക്കപ്പെട്ടും വ്യസനം ശീലിച്ചും മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും ക്രൂശിൽ കിടന്നതിന്റെ കാര്യം എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരാനാ ഇന്ന് രാത്രി ഈ പള്ളിക്കകത്ത് ഞാൻ നിൽക്കുന്നത്. എന്റെ കർത്താവ് വിരൂപനായി തീർന്നത് കൊണ്ടാ. അത് നോർക്കുന്ന ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ആ കരമുയർത്തി നല്ല കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്റെ സൗന്ദര്യമുള്ളവനാക്കി തീർക്കാൻ എനിക്ക് വേണ്ടി വിരൂപിയായി തീർന്ന എന്റെ യേശു കർത്താവ്, ഹല്ലേലൂയ, അവനെ ധ്യാനിക്കാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുകയാ. ക്രൂശിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 53-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചില്ല. ക്രൈസ്റ്റ് വാസ് റിജക്റ്റഡ്. എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായ ക്രിസ്തു. ഒരു മിനിറ്റ് എന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഗെത്സമന തോട്ടം തൊട്ട് കാണുന്ന ഒരു ചിത്രമാണ്. എല്ലാവരും കർത്താവിനെ ഓടിപ്പോകുന്ന ചിത്രം. ദൈവമക്കൾക്കറിയാം, ശിഷ്യന്മാർക്കെല്ലാം പല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് തമാശ പറയാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ സീരിയസ് ആയി തന്നെ പോവുകയാണ്. ശിഷ്യന്മാർക്കെല്ലാം പല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. തോമസ് ലീഹ ഒരിക്കൽ പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും let us go and die with him എന്നാണ് തോമസ് ലീഹ പറഞ്ഞത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞത് എന്നാന്ന് എല്ലാവർക്കും അറിയാം. ലൂക്ക് 22:33 അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, കർത്താവേ, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും I will never leave you. എന്നിട്ട് പറഞ്ഞു, നിന്നോട് കൂടെ തടവിലാകാനും മരിപ്പാനും യേശുവേ ഞാൻ ഒരുക്കമെന്ന് പറഞ്ഞവനാണ് വിശുദ്ധ പത്രോസ് ലീഹ. പക്ഷെ ഗെത്സമന തോട്ടത്തിൽ കർത്താവിന്റെ കരത്തിൽ വിലങ്ങ് വീണ അന്ന് രാത്രി ഇവരെല്ലാം അവനെ തള്ളിക്കളഞ്ഞു. ഒറ്റ ആളുകളുമില്ലാതെ എല്ലാവരും ഓടിപ്പോയി. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞ, ഇടയനെ വെട്ടും ആടുകൾ ചിതറപ്പെടുമെന്ന പ്രവചനം ഗെത്സമന തോട്ടത്തിൽ നിവർത്തീകരിക്കപ്പെട്ടു. അത് ശിഷ്യന്മാര് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം, യേശുവിന്റെ പുറകെ ഒരുപാട് പുരുഷാരമുണ്ടായിരുന്നു. അവൻ ചെല്ലുന്നിടത്ത് അവനെ അനുഗമിച്ചവരുണ്ട്. ഗുരുവേ നീ എവിടെ പോകുന്നെന്ന് ചോദിച്ച് പിന്നാലെ ചെന്നവരുണ്ട്. ഇന്നത്തെ കൂട്ടായ്മ എവിടെയാണ് അന്വേഷിച്ച് ചെന്നവരുണ്ട്. അവൻ പടകിൽ കയറിപ്പോയപ്പോൾ ചെറു പടകുകളിൽ അവനെ അനുഗമിച്ചവരുണ്ട്. അങ്ങനെ എത്രയോ പേർ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രൂശിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആരവാരവങ്ങളില്ല, ശിഷ്യഗണങ്ങളില്ല, കൂടെ പറഞ്ഞവരില്ല. ഹോശാ ദൈവപുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനും ഉറക്കപ്പാടിയവരുമില്ല. അവൻ ഏകനായി ക്രൂശിലേക്ക് നടന്നു കയറി പോകുന്നു. ഒരു മിനിറ്റ് എന്റെ കൂടെ ചിന്തിക്കണേ. അപ്പോഴൊന്നും കർത്താവ് പിറുപിറുത്തിട്ടില്ല, അപ്പോഴൊന്നും കർത്താവ് കരഞ്ഞിട്ടില്ല, പത്രോസിനെ കർത്താവ് പള്ളു പറഞ്ഞിട്ടില്ല, ഇട്ടേച്ചു പോയവരോട് കർത്താവിന് പരാതിയില്ല. ഗബദ എന്ന കൊൽക്കളത്തിൽ യേശുവിനെ അടിച്ചു തകർക്കുമ്പോഴും യേശു നിലവിളിച്ചിട്ടില്ല. അവനെ പരിഹസിച്ചപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. അവന്റെ മുഖത്ത് തുപ്പിയപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. അവന്റെ കരണത്തടിച്ചാരാണ് നീ നിന്നെ തല്ലിയതെന്ന് പറഞ്ഞ് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. അവന്റെ രോമകൂപങ്ങൾ പറിച്ചെടുത്തപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. അവനെ പരിഹസിച്ചപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. അവന്റെ വസ്ത്രം അവർ ചീറ്റിട്ടെടുത്തപ്പോൾ അവൻ നിലവിളിച്ചിട്ടില്ല. എപ്പോഴാ ക്രിസ്തു നിലവിളിച്ചത്? എപ്പോഴാ ക്രിസ്തു നിലവിളിച്ചത്? ഈ പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ച വാക്യം കർത്താവ് നിലവിളിച്ചൊരു സമയമാണ്. CSI സഭയ്ക്കകത്തുള്ള ദൈവമക്കൾക്കറിയാം, 7 മൊഴികൾക്കകത്ത് ഒരു മൊഴിയായി ധ്യാനിക്കുന്നതാ. എന്താണെന്നറിയാമോ? കർത്താവ് നിലവിളിച്ചത് എപ്പോഴാ? മാത്യു ചാപ്റ്റർ 27
47:46, ഏലി ഏലി ലമാ ശബക്താനായി. എന്താ പ്രാർത്ഥന? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എപ്പോഴാ നിലവിളിച്ചെന്നറിയാമോ? അവൻ പറയുകയാ, ദൈവമേ, പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് 2 തവണ ശിഷ്യഗണങ്ങൾ കേൾക്കെ യോർദാൻ നാട് മുഴങ്ങത്തക്കവണ്ണം തന്റെ നാവ് കൊണ്ട് മുദ്ര ചെയ്ത സ്വർഗത്തിലെ പിതാവിനെ നോക്കിക്കൊണ്ട് ക്രൂശിൽ കിടക്കുന്ന പുത്രൻ പറയുകയാ, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. സ്തോത്രം. അപ്പൊ എനിക്കൊരു ചോദ്യമുണ്ട് കേട്ടോ. എനിക്ക് ദൈവവചനം പ്രസംഗിക്കുമ്പോ പേടിയുമുണ്ട്. കർത്താവേ, വചനത്തിന് വിരോധമായി എന്റെ നാവിൽ നിന്ന് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ രണ്ടാമതൊന്ന് പുനർപരിശോധിക്കും. ഇത് ദൈവവചനത്തോട് ഒത്തുപോകുമോ എന്ന് നോക്കും. എന്തുകൊണ്ടാണ് പുത്രൻ കൈവിടപ്പെട്ടത്? ഹല്ലേലൂയ. അത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യ ചരിത്രത്തിലേക്ക് നോക്കണം. എവിടാ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത്? അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ I believe that God created everything. ദൈവം സകലവും സൃഷ്ടിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവം തന്റെ കരം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ വായിൽ മൂക്കിൽ ജീവശ്വാസം ദൈവം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ആദാമിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് അറിയാത്തവരൊന്നും അല്ല നിങ്ങൾ. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ചിന്തിച്ചു പോണം. ഈ ആദാം കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് ആരെയായിരിക്കും? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നല്ല യൗവനക്കാരനായിട്ടാണ് ദൈവം സൃഷ്ടിച്ച, കുഞ്ഞായിട്ടല്ല സൃഷ്ടിച്ച്. അപ്പോ കണ്ണു തുറന്ന ആദം ആദ്യം കണ്ടത് ആരെയാ? എന്റെ കുഞ്ഞ് കണ്ണു തുറന്നപ്പോ കണ്ടത് നഴ്സിനെയാ, ഡോക്ടറെ പോലും അല്ല. എന്റെ ഭാര്യ എന്ന് തിരുവല്ല മെഡിക്കൽ മിഷനിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അവിടെ ആയിരുന്നു അവളുടെ പ്രസവവും. അപ്പൊ അവളുടെ കൂട്ടുകാരിയാണ് കയറിയത്. നിന്റെ കൊച്ചിനെ ഞാൻ എടുക്കുമെന്നും പറഞ്ഞ് അവള് കയറി വന്ന് എന്റെ കൊച്ചു കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് നഴ്സിനെയാണെന്ന് ഞാൻ പറയും. എല്ലാരും പറയും അമ്മമാരെ കണ്ടെന്നല്ല, ആദ്യം കണ്ടത് നഴ്സിനെയാ. കമത്തി പിടിച്ച് അടിക്കുമ്പോ കൊച്ചു കണ്ണു തുറക്കുമ്പോ ആദ്യം കാണുന്നത് ആരെയാ? അവളെ തല്ലിയ നഴ്സിനെ ആയിരിക്കും കാണുക, അല്ലെ ഡോക്ടറെ ആയിരിക്കും കാണുക. ആദമേ, നീ ആദ്യം കണ്ടത് ആരെയാ? ആദം പറയും, ഞാൻ ആദ്യം കണ്ടത് എൽ ഷഡായി, സർവശക്തനായ ദൈവത്തെ. ഈ ആദമിനോട് ചോദിക്കും, നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ആരാ? അവനെ 2 കാലിൽ ആദ്യമായി നിവർന്നു നിൽക്കാൻ അവന് കരം കൊടുത്തത് ആരാ? ആദം പറയും, അത് മഹാദൈവമാണ് എനിക്ക് കരം തന്നത്. ആദമേ, നിന്നോട് ആദ്യം സംസാരിച്ചതാരാ? നിനക്ക് കൂട്ട് തന്നതാരാ? നിനക്ക് കൂട്ടായ്മ തന്നതാരാ? നിന്നെ കൊണ്ടു നടന്നതാരാ? നീ പാർക്കുന്ന ഈ ഭവനം കാണിച്ചു തന്നതാരാ? ആദം പറയും, അത് മഹാദൈവമാണ്. ആദമേ, നിന്നെ കല്യാണം കഴിപ്പിച്ചതാരാ? ആദം പറയും, അതും ദൈവം തന്നെയാണ്. ആദമേ, നിനക്ക് വീട് വെച്ച് തന്നതാരാ? ആദം പറയും, അതും ദൈവം തന്നെയാണ്. ആദമേ, നിനക്ക് ആരാ കൂട്ടുണ്ടായിരുന്നത്? അതും ആദം പറയും, ദൈവം തന്നെയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള മനുഷ്യന്റെ പേരാണ് ആദം എന്നുള്ളത്. സ്തോത്രം. ഇപ്പൊ ജനിച്ചു വീഴുന്ന മക്കൾക്കും ആധാർ കാർഡ് എടുക്കണം. എല്ലാവർക്കും ആധാർ കാർഡ് എടുക്കണം. ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന ഐഡന്റിറ്റിയാണ് ആധാർ. കയ്യും കണ്ണും ഒക്കെ കാണിക്കണം. അവിടെ ചെല്ലുമ്പോൾ അപ്പന്റെ കൈയും വെക്കണം, പിന്നെ എന്താ കുഞ്ഞിന്റെ കണ്ണ് വെക്കണം, കുഞ്ഞിന്റെ കൈ വെക്കണം, നമ്മുടെ ഐഡന്റിറ്റി കാണിക്കണം. ഞാൻ വിചാരിക്കുക, ഈ ആദാമിനെയും കൊണ്ട് ആധാർ കാർഡ് എടുക്കാൻ പോയാൽ എന്തായിരിക്കും ആദാമിന്റെ അഡ്രസ്? നിങ്ങൾ തന്നെ പറഞ്ഞ്, സർനെയിമായിട്ട് എന്ത് വെക്കണം? എന്റെ അപ്പൻ വർഗീസ് ആണെങ്കിൽ ആദം വെക്കും, ആദം എൽ ഷഡായി. കാര്യം അവന്റെ അപ്പന്റെ പേര് സർവശക്തനായ ദൈവം. അവിടെ ആരുടെ കണ്ണ് കാണിക്കണം? ദൈവത്തിന്റെ കണ്ണ് കാണിക്കണം. ആരുടെ ഫിംഗർ പ്രിന്റ് വെക്കണം? ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ് വെക്കണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതുപോലെ ഭാഗ്യവാനായൊരു മനുഷ്യൻ, ദൈവത്തോട് കൂടെ നടന്നവൻ, കൂട്ടായ്മ അനുഭവിച്ചവൻ, ദൈവത്തോട് സംവാദം ചെയ്തവൻ. ചരിത്രം അവിടെ കൊണ്ട് തീരുന്നില്ല, ചരിത്രം തിരിയുകയാ. ഞാൻ എല്ലാ വർഷവും വേദപുസ്തകം വായിച്ചു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുന്നയാളാണ്. അപ്പൊ എന്റെ വായനാ ശൈലി ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയും പിന്നെ മത്തായി തൊട്ട് വെളിപ്പാട് വരെയും ഞാൻ പഴയ നിയമവും പുതിയ നിയമവും ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഞാൻ പഴയ നിയമം വായിച്ചു തീരുമ്പോഴത്തേക്കും 3 തവണയെങ്കിലും പുതിയ നിയമം ഞാൻ വായിച്ചു തീർക്കും. ഞാൻ ഉൽപ്പത്തി പുസ്തകം 1 വായിക്കുമ്പോൾ സന്തോഷിക്കും, 2 വായിക്കുമ്പോൾ സന്തോഷിക്കും, 3 വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഇത് സംഭവിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്. സ്തോത്രം. കാര്യം പിന്നീട് നടന്നത് നല്ലതല്ല. എന്തു പറ്റി? ആദമിനെ ദൈവം പുറത്താക്കി. പിള്ളേര് പണ്ട് ചോദിച്ച ചോദ്യ, പിന്നെ ഒരു പഴം തിന്നതിനാണോ അവനെ പിടിച്ച് പുറത്താക്കിയത്? അയ്യോ മക്കളെ, പഴം തിന്നതിനല്ല. അവിടെ വലിയൊരു പാപം കിടപ്പുണ്ട്. എന്താ പാപം എന്നറിയാമോ? ദൈവം പറഞ്ഞു നീ മരിക്കും നിശ്ചയം. പിശാച് പറഞ്ഞു നീ മരിക്കില്ല, ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അയ്യോ, ഈ മനുഷ്യൻ ആരുടെ വാക്കാ വിശ്വസിച്ചെന്നറിയാമോ? വിശ്വസിച്ചത് ദൈവത്തിന്റെ വാക്കല്ല, അവൻ വിശ്വസിച്ചത് പിശാചിന്റെ വാക്കാ. അതുകൊണ്ടാണ് കർത്താവിൽ വിശ്വസിച്ചാലേ രക്ഷിക്കപ്പെടാൻ പറ്റുമെന്ന് പറയുന്നത്. ഒരു കാലത്ത് രക്ഷ നഷ്ടപ്പെട്ടത് കർത്താവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണെങ്കിൽ ഇനി രക്ഷ പ്രാപിക്കണമെങ്കിൽ അവൻ കർത്താവിൽ വിശ്വസിക്കണം. അവിശ്വാസം എന്ന പാപം, അനുസരണക്കേടെന്ന പാപം അവനെ പുറത്താക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒറ്റ വാക്കിൽ പറയാം, ദൈവം സൃഷ്ടിച്ച, ദൈവം കൂട്ടായ്മ കൊടുത്ത, ദൈവം മകനെ പോലെ കണ്ട ആദം എന്ന മനുഷ്യനെ പാപം നിമിത്തം ദൈവം നിരസിച്ചു, തള്ളിക്കളഞ്ഞു, പുറത്താക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ പറയും ദൈവം പാപിയെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പൊ ഒരു കാര്യം കൂടെ പറയണം, ദൈവം പാപത്തെ വെറുക്കുന്നു. സ്വർഗത്തിലേക്ക് ഒന്ന് നോക്കുക. സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോ പണ്ട് കൊറിയയിൽ ഒരു ആന്റി പുസ്തകം എഴുതിയായിരുന്നു. നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്ന ശീലമുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പുസ്തകം എഴുതിയപ്പോൾ ആന്റി എഴുതി വെച്ചത് ഇങ്ങനെ, ആന്റി സ്വർഗത്തിൽ പോയ ചരിത്രമാണ്. സ്വർഗത്തിൽ പോയ ചരിത്രം എഴുതി വെച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് എങ്ങനെയാ? സ്വർഗത്തിൽ ചെന്നപ്പോ വിശന്നു, യേശു കർത്താവ് ഓവനിൽ ബ്രെഡ് ചൂടാക്കി കൊടുത്തെന്ന്. അതുവരെ വായിച്ചു വന്ന ഞാൻ വായന അങ്ങ് ബ്രേക്ക് ഇട്ടു. കാര്യം എന്താ കാര്യം? സ്വർഗത്തിൽ വിശപ്പില്ല, ആകെ കുഴപ്പമായി. ഈ സ്വർഗത്തിലേക്ക് ബ്രെഡ് കയറ്റി അയക്കുന്ന കമ്പനി ഏതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എങ്ങനെ ഓവൻ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ കർത്താവ് അവിടെ ചെന്നപ്പോ ഈ ബ്രെഡ് ചൂടാക്കി കൊടുത്ത കിച്ചൺ ഏതാണ് എനിക്കറിഞ്ഞുകൂടാ. എല്ലാം കൂടെ ആശയക്കുഴപ്പം വന്നപ്പോ ഞാൻ വായന നിർത്തി. ഞാൻ വേദപുസ്തകത്തിലേക്ക് നോക്കി. സ്വർഗം മനസ്സിലാകാൻ എളുപ്പം വെളിപ്പാട് വായിക്കുന്നതാ. വെളിപ്പാട് വായിച്ചാൽ സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണാം. ആരൊക്കെ സ്വർഗത്തിലുണ്ട്, ആരൊക്കെ ഉണ്ട്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും ആകുന്നു. അപ്പൊ സ്വർഗത്തിൽ ദൈവമുണ്ട്. പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോൾ 1-ാം അധ്യായം വെളിപ്പാട് 1, 2, 4, 5 വായിച്ചു പോയാൽ കാണും സ്വർഗത്തിൽ ഒരു സിംഹാസനവും സിംഹാസനത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതും ഞാൻ കണ്ടു. തീരുന്നില്ല. ഈ സ്വർഗത്തിലേക്ക് നോക്കിയാൽ അവിടെ 24 മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കിയാൽ എണ്ണമറ്റ കോടി കോടി ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കിയാൽ സ്തോത്രം എണ്ണമറ്റ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാ, ആരാ ഇവർ? ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചവർ. സ്വർഗം മുഴുവൻ പരതിയപ്പോഴും കണ്ടത് തേജസ്സാണ്, വിശുദ്ധിയാണ്. അപ്പൊ ഒരു കാര്യം, സ്തോത്രം, സ്വർഗത്തിൽ ഒരു അശുദ്ധനെ പോലും കണ്ടില്ല. ഒരു പാപിയെയും സ്വർഗത്തിൽ കണ്ടില്ല. ഒരശുദ്ധനെയും സ്വർഗത്തിൽ കണ്ടില്ല. സ്തോത്രം. തിരുവല്ല ടു എറണാകുളം യാത്ര ചെയ്യാൻ ഏറ്റവും എളുപ്പം മെമുവിൽ പോകുന്നതാണ്. നിങ്ങളുടെ ബോംബെ പോലെയൊന്നും അല്ലാണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. നിന്ന് കൊടുത്താൽ മതി. പതുക്കെ വണ്ടി വന്ന് സാവകാശത്തിൽ കയറി ഇരുന്ന് പോകാം. അച്ഛനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കി. ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ ഞാൻ നോക്കണം. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും നിങ്ങൾ എങ്ങനെ അവിടെ സർവൈവ് ചെയ്തെന്ന്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ എനിക്കാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് തല വീഴ്ത്തുമായിരുന്നു. മനുഷ്യൻ വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയും ഇത് തിരക്കല്ലെന്ന്. ഞാൻ എൻ്റെ ആയുസിൽ ഇത്രയും മനുഷ്യൻ ഒരുമിച്ച് കാണുന്നത് ഇവിടെ വന്നപ്പോഴാണ്. ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വരണം. അല്ല, നിങ്ങളുടെയും കൂടെ ആണല്ലോ. അവിടെ വരുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. വണ്ടി വന്ന് നിൽക്കുന്നു.
പതുക്കെ കയറുന്നു, കണ്ട സീറ്റില് സൗകര്യം പോലെ ഇരിക്കുന്നു. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഗുസ്തി പഠിക്കണം, ബോക്സിംഗ് പഠിക്കണം, ചവിട്ടി തൊഴിക്കാൻ പഠിക്കണം, എന്തൊക്കെ പഠിച്ചാലാ സീറ്റ് കിട്ടുക. എനിക്കറിഞ്ഞൂടെ നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തെന്ന്. നിങ്ങളുടെ അപാര കൃപകൾക്കായി സ്തോത്രം. ഏതായാലും ഞാൻ അവിടെ എറണാകുളത്തിന് പോകാൻ മെമുവിൽ കയറാൻ ചെന്നു. അന്ന് ടിക്കറ്റ് 20 രൂപയാ, ഇന്ന് 25 രൂപയാ. അപ്പൊ മെമുവിൽ കയറി ഞാൻ അതിൻ്റെ അകത്ത്, എനിക്ക് ഈ പറഞ്ഞ പോലെ എഴുന്നേറ്റ് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല. പറ്റുമെങ്കിൽ ബൈക്കിന് പോകാനാണ് ഇഷ്ടം. മഴ കാരണമാണ് മെമുവിൽ പോകുന്നത്. കയറി ചെന്നേച്ച് അവിടെ ചെന്നിരിക്കാൻ നോക്കിയപ്പോ എന്റെ അത്രയും പോകുന്ന ഒരു പുള്ളി, ഞാൻ പറഞ്ഞത് സൈസിന്റെ കാര്യമാണ് കേട്ടോ, ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും സീറ്റ്, അത് ലോക്കൽ വണ്ടിയാ, കയറി കിടക്കാൻ ഒക്കത്തില്ല, അതിൻ്റെ അകത്ത് കയറി ഇരിക്കാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവൻ ആ കാലെടുത്ത് മണ്ടയ്ക്ക് അങ്ങ് വെച്ചു, 2 കാലും കൂടെ നീട്ടി വെച്ചിരുന്നു. എനിക്കാണെങ്കിൽ അറ്റത്തൊരു ഇഞ്ച് സ്ഥലമാണ് അവൻ തന്നത്. എനിക്ക് മനസ്സിലായില്ല അത് എന്തിനു വേണ്ടിയാണ്. തല്ലുണ്ടാക്കാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കിട്ടിയ ഇഞ്ചിന്റെ അകത്ത് അടങ്ങി ഒതുക്കി അവിടെ ഇരുന്നു. എന്നിട്ട് ഒരു പുസ്തകവും എടുത്തു വെച്ച് ഇടയ്ക്കിടയ്ക്ക് പിറുപിറുത്തോണ്ട് അവിടെ ഇരുന്നു. എന്തൊരു മനുഷ്യനാണെന്നും പറഞ്ഞ്. ഏതായാലും സംഗതി എനിക്ക് മനസ്സിലായി. തിരുവല്ല വിട്ട് ചിങ്ങവനത്തിൽ വണ്ടി നിർത്തിയപ്പോൾ ഇവന്റെ കുറെ കൈക്കാരി കയറി. അവർക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടിയാണ് പുള്ളി എനിക്ക് സീറ്റ് തരാതിരുന്നത്. അതിലെനിക്ക് പരാതിയില്ല. ഒരുപക്ഷെ സ്ഥിരം യാത്ര ചെയ്യുന്നവരാകാം, അല്ലെങ്കിൽ യാത്ര പോകുന്നവരാകാം, പ്ലാൻ ചെയ്തു പോയവരാകാം. അവരവിടെ കയറിയിരുന്നു. തലയ്ക്ക് സൗകര്യം തന്നിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഈ ആണുങ്ങൾ ഇത്രയും വർത്താനം പറയുന്നത് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പൊതുവെ പെണ്ണുങ്ങളെ പറയാറ്, പക്ഷേ സോറി ആന്റിമാരെയാ പറയാറ്, പേര് ക്ഷമിക്കണം. ഓക്കെ, ലേഡീസ്, സാധാരണ ലേഡീസ് ഒത്തിരി വർത്താനം പറയുന്നത്. അന്ന് ഇവന്മാര് സ്വസ്ഥത തന്നിട്ടില്ല. എറണാകുളത്തോളം ചെവിക്കകത്ത് ഈച്ച പോയ പോലെ വർത്താനം പറഞ്ഞു. വായനയും നടന്നില്ല, ഒന്നും നടന്നില്ല. അവസാനം എറണാകുളം എത്താറായപ്പോ ഒരുത്തനോട് പറയുക, ഈ വണ്ടിയിലൊക്കെ ആരെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറുമോന്ന്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? 20 രൂപ ക്യൂ നിന്ന് ടിക്കറ്റ് മേടിച്ച് വണ്ടി കയറിയ ഞാൻ 1 ഇഞ്ച് സീറ്റിലായിരിക്കുന്നു. ടിക്കറ്റ് എടുക്കാത്തവൻ വിശാലമായിട്ട് ഇരുന്ന് പോകുന്നു. അപ്പൊ KSRTC-യിലും IRTC-യിലും ആർക്കും കയറാം. അവിടെ ആധാർ ചോദിക്കത്തില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിലും കയറാം, ടിക്കറ്റ് ഇല്ലെങ്കിലും കയറാം. പക്ഷെ സ്വർഗരാജ്യത്തിൽ അങ്ങനെ കയറാൻ ഒക്കത്തില്ല എന്ന ഈ പുസ്തകം പറയുന്നത്. ഈ പുസ്തകം പറയുകയാ, അവിടെ ഒരു പാപിയെയും കണ്ടില്ല, ഒരു അശുദ്ധനും അവിടെ കയറിയിട്ടില്ല. സ്തോത്രം. പണ്ടത്തെ ഉപദേശിമാര് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, സ്വർഗം മുഴുവൻ 6 ഏക്കർ തരിശ് കിടന്നാലും അതിന്റെ അകത്ത് ഒരു അശുദ്ധനെയും ദൈവം കേട്ടില്ല. സ്തോത്രം. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. അപ്പൊ ഈ സ്വർഗത്തിൽ കയറാത്തവരാരൊക്കെയാ? അവരുടെ ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സ്വർഗത്തിൽ കയറില്ലെന്ന് ദൈവം പറഞ്ഞവരുടെ ലിസ്റ്റ് കേട്ടോണേ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നവർക്കറിയാം, നമ്മൾ ഒരുമിച്ച് വായിച്ചതാ 9-ഉം 10-ഉം വേദവാക്യങ്ങൾ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. വേദപുസ്തകം കൊണ്ടുവരാത്തവർക്ക് എന്നെ നോക്കാൻ ഞാൻ വായിക്കാം. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 2-ാമത്തെ കൂട്ടര് ഗലാത്യ ലേഖനം 5-19 തൊട്ട് 21 വരെ. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. അവിടെ കൊണ്ട് തീരുന്നില്ല. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലിസ്റ്റ് കേട്ടത് എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒറ്റ വാക്കിൽ പറയാം, അശുദ്ധിയുള്ള, പാപത്തിൽ ജീവിക്കുന്ന, ജഡസ്വഭാവത്തിൽ സന്തോഷിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണത്തിനെതിരെ ജീവിക്കുന്ന ഒരാളെയും ദൈവം സ്വർഗത്തിൽ കയറ്റില്ല. അത് മാർത്തോമക്കാരനായാലും CSI-ക്കാരായാലും അത് IPC-ക്കാരായാലും ഓർത്തഡോക്സുകാരായാലും ഉലകത്തിൽ ജീവിക്കുന്ന ഏത് സഭക്കാരാണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും പാപത്തിൽ ജീവിക്കുന്നയാരും ദൈവരാജ്യം അവകാശമാക്കയില്ല. സ്തോത്രം. സ്തോത്രം എന്ന് പറയുന്നത് എനിക്കും അറിയാം. ഇതിന്റെ പേന സ്തോത്രം പറയാറ്.
സത്യമായി ഇത് പ്രസംഗിക്കണമെന്ന് 10 പ്രാവശ്യം ഞാനും ചിന്തിച്ചതാ. എന്നെയും കൂടെ കയറി വെട്ടുന്ന കാര്യമാണല്ലോ. അസൂയയില്ലാത്തവരെല്ലാം കരമുയർത്തി സ്വത്രം പറഞ്ഞാട്ടെ. വെറുതെ ദേവാലയത്തിൽ നിന്ന് നുണ പറയരുത്. അത്യാവശ്യമൊക്കെ അസൂയ എല്ലാവർക്കും ഉണ്ടെന്നേ. പിന്നെ അതുകൊണ്ടല്ലേ മുടി കൊഴിച്ചിലൊക്കെ ധാരാളമായിട്ട് നടക്കുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അസൂയയില്ലാത്തവര്, കോപം വരാത്തവര്, ഈ അസൂയയില്ലാത്തവരാണല്ലോ എന്നാ കോപം വരാത്തവര് എല്ലാം കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ പറയുന്നവരെല്ലാം കൂടെ കൈ ഉയർത്തിയാൽ നിങ്ങളെല്ലാം കൂടെ പിടിച്ച് ചില്ലുകൂട്ടി വല്ലതും വെക്കേണ്ടവര് ഉള്ള കാര്യം കൂടെ പറയാമല്ലോ. അപ്പൊ നമ്മളെല്ലാം കണക്കാണ് ഈ പറഞ്ഞതിന്റെ കാര്യം. നമുക്കകത്ത് ഇതൊക്കെ ഉണ്ടെന്ന് ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവും കൂടെ തരാം. ആരാണ് മനുഷ്യൻ? നമ്മൾ ആരാ? വലിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ പ്രസംഗിക്കാൻ ചെന്ന പള്ളിയിൽ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ചെന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. അവിടെ ചെന്നിരുന്നേച്ച് ആ വീട്ടുകാർ പറഞ്ഞതെല്ലാം കൂടെ എൻ്റെ തലയ്ക്ക് പെരിപ്പാണ് ഉണ്ടാക്കിയത്. അവര് ചെയ്ത വലിയ കാര്യം മൊത്തം അവര് പറഞ്ഞു. പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ശവക്കോട്ട പണിയിപ്പിച്ചത്, മുദ്ര വെച്ചേക്കുന്നത് എന്ന് വേണ്ട എല്ലാം കൂടെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, AD 50 തോമസ് ലീഗയെ കാശ് കൊടുത്ത് പാസ്പോർട്ടായിട്ട് വരുത്തിയത് എൻ്റെ കുടുംബക്കാരാണ് എന്ന് പറയുന്നത് ഞാനങ്ങ് വിചാരിച്ചു. പറഞ്ഞില്ല. ഏതായാലും വലിയ പുള്ളികളാ എല്ലാവരും, സ്തോത്രം. പക്ഷേ പുസ്തകം പറയുന്നത് നോക്കണം. കുടുംബ മഹിമ പറയുന്നതിന് മുമ്പ്, വലിയ കാര്യം പറയുന്നതിന് മുമ്പ് ആരാ മനുഷ്യനെന്ന് ഈ വേദപുസ്തകം പറയുന്നത് കേൾക്കണം. ആരാ മനുഷ്യൻ? 51-ാം അധ്യായം സങ്കീർത്തനം, Psalms 51, സങ്കീർത്തനം 51, 5-ാമത്തെ വാക്യം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഗുരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആരാണ് മനുഷ്യൻ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവൻ പാപിയാണ്. അവൻ ജനിച്ചത് പാപത്തിലാണ്. സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു തെറ്റ് തിരുത്തി പറയാം. പാപം ചെയ്തത് കൊണ്ടല്ല പാപിയായത്, പാപിയായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. മറക്കരുത് കേട്ടോ. ഇന്ന് രാത്രി ആരെങ്കിലും ഞാൻ പാപം ചെയ്തത് കൊണ്ട് പാപിയായെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനല്ല പുസ്തകം പറയുന്നത്. നീ പാപിയായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. സ്തോത്രം. എനിക്ക് വിശദീകരിക്കാൻ ഏറെ ഉണ്ട്. ഞാൻ അതൊന്നും കൂടെ വിശദീകരിച്ചു പറയാം. നമ്മുടെ അപ്പനമ്മമാരുടെ സമ്പാദ്യം നമുക്ക് കിട്ടും, സ്വഭാവം നമുക്ക് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി, അല്ലേ? പാരമ്പര്യം എന്ന് പറയും. എൻ്റെ വീട്ടിൽ വന്ന എനിക്കൊരു ചേച്ചിയുണ്ട്. എനിക്ക് നല്ല അസൂയമുണ്ട്, അത് പറയണമല്ലോ. എൻ്റെ ചേച്ചി എൻ്റെ അമ്മയെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ നല്ല വെളുത്തതാണ്, പറയാതിരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ അമ്മ ഒരു സുന്ദരിയാണ്. എൻ്റെ സഹോദരിക്ക് ഇപ്പം 40 വയസ്സാകാൻ പോവുക. അവൾ എന്നേക്കാളും ചെറുപ്പമായിട്ടായിരിക്കുന്നത്. 2 മക്കളുടെ അമ്മയാണ് അവൾ. കൊച്ചിനെ നഴ്സിങ്ങിന് പഠിപ്പിക്കാൻ വിടാറായി. മുടി പോലും നരച്ചിട്ടില്ല. എൻ്റെ അവരോടൊക്കെ നരയ്ക്കാൻ തുടങ്ങി. ഞാൻ കറക്റ്റ് എൻ്റെ അപ്പനെ പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ അപ്പനെ അനുമാനിക്കണമെങ്കിൽ എന്നെ കണ്ടാൽ മതി. ഞങ്ങളുടെ പൊക്കം കറക്റ്റ്, ഞങ്ങളുടെ സൈസ് കറക്റ്റ്, എല്ലാം കളറും കറക്റ്റ്. അപ്പൊ ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, ഈ കളറെല്ലാം കൂടെ എടുത്ത് എന്തിനാ ഈ ചേച്ചിക്ക് കൊടുത്തേന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, എടാ ചേച്ചിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അപ്പൻ പൂവമ്പഴം മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. നിന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ അപ്പനൊരു പൂവമ്പഴം പോലും തന്നില്ല എന്ന്. അപ്പൊ ഞാൻ എൻ്റെ അപ്പനെ നോക്കി. അപ്പൻ ഒരു കള്ളച്ചിരി ഇരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എടാ നമ്മുടെ കളറ് അത് ഹോൾമാർക്കാ. ഏത് വെയിലത്ത് കൊണ്ടിട്ടാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഈ വെളുത്തിരിക്കുന്നവരെ 2 ദിവസം വെയിലത്ത് നിർത്തിയേ അവര് നമ്മെ പോലെ ഇരിക്കും. അപ്പൻ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും ഞാൻ ആശ്വസിച്ചു. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ ഹെറിഡിറ്റി എന്താണെന്ന് മനസ്സിലാകും, പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാകും. എൻ്റെ അപ്പൻ്റെ വക മുഴുവൻ എൻ്റെതാ. ഈ ഉലകത്തെ ദൈവം സൃഷ്ടിച്ച് മാനവജാതിക്ക് ഒരുത്തിയിൽ നിന്നും മാനവനെ ഉളവാക്കിയപ്പോൾ ആദാം കൊടുത്ത ഹെറിഡിറ്റിയാണ് പാപം ചെയ്യാനുള്ള കഴിവ്, ദൈവത്തെ മറക്കാനുള്ള കഴിവ്, ദൈവത്തെ നിന്ദിക്കാനുള്ള കഴിവ്, ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള കഴിവ്. അതെന്റെ പിതാവായ ആദമിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുത്തതാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, നമ്മളാരാ? ഉത്തരം പാപികളാണ്. ഒന്നുകൂടെ പറയാം, നമ്മളാരാ? ഉത്തരം പാപികളാണ്. ഇനി പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വരണം. പാപം ചെയ്യുന്നവനെ, പാപിയെ ദൈവം
ദൈവം സ്വർഗത്തിൽ കയറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരം കിട്ടി. എന്തിനാ കർത്താവ് ത്യജിക്കപ്പെട്ടത്? എന്തിനാ കർത്താവ് പിതാവിനാൽ ത്യജിക്കപ്പെട്ടത്, നിരസിക്കപ്പെട്ടത്? ഉത്തരം എന്നാണെന്നറിയാമോ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പാപിയായ ഞാൻ സ്വർഗത്താൽ നിരസിക്കപ്പെട്ടിരിക്കുമ്പോൾ എന്നെ സ്വർഗം അംഗീകരിക്കേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തു ദൈവത്താൽ നിരസിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് അവനെ ദൈവം തള്ളിക്കളഞ്ഞത്? ഉത്തരം, പാപിയായ എന്നെ സ്വർഗം ചേർത്ത് പിടിക്കേണ്ടതിന്, ദൈവവൈതലാക്കേണ്ടതിന്, ദത്തെടുക്കേണ്ടതിന്, സ്വർഗത്തിന്റെ ഓഹരിക്കാരൻ ആക്കേണ്ടതിന് ദൈവപുത്രൻ ത്യജിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടേണ്ടതിന് ദൈവപുത്രൻ ദൈവത്താൽ നിരസിക്കപ്പെട്ടു. ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരു കാര്യം അറിയട്ടെ. അവനെ തള്ളിക്കളഞ്ഞത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, എന്നെ സ്വർഗം സ്വീകരിക്കാൻ വേണ്ടിയാണ്. എന്റെ കർത്താവ് നിരസിക്കപ്പെട്ടത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, എന്നെ കർത്താവ് സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഞാനതിനൊരു ഉദാഹരണം ദൈവമക്കളോട് പറഞ്ഞാൽ കാര്യത്തിനൊരു വ്യക്തത വരും. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഐഡന്റിറ്റി എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? കുവൈറ്റിലേക്ക് പോകാൻ എയർപോർട്ടിൽ ചെന്നു. ഫസ്റ്റ് ജേർണി ഔട്ട് ഓഫ് കൺട്രി. എനിക്ക് ഒരു പരിചയവും ഇല്ല. എനിക്ക് ഭയങ്കര ആദ്യം ഈ പറഞ്ഞ പോലെ ടെൻഷനുമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെയാ ചെന്ന് നിൽക്കേണ്ടെന്ന് അറിയില്ല. ഫസ്റ്റ് ട്രിപ്പ് ഞാനിരുന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എടുത്ത് നോക്കുന്നു. അവിടെ ആളുകൾ എങ്ങനെയാ കയറി പോകുന്നുള്ള പ്രിവ്യൂ വീഡിയോ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു പരുവത്തിൽ അവിടെ ചെന്ന് പറ്റുന്നു, അകത്തേക്ക് കയറുന്നു, ഒരു സ്ഥലത്ത് ചെല്ലുന്നു. ഉടനെ അവരെന്നോട് ചോദിക്കും, ഷോ യുവർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഐഡന്റിറ്റി കൊടുത്തു. അപ്പൊ ആ ലേഡി ചിരിച്ചു പറഞ്ഞു, നിങ്ങൾ പോകുന്ന കുവൈറ്റിലെ റെസിഡൻഷ്യൽ ഐഡന്റിറ്റി ഉള്ള ആളുടെ സിവിൽ ഐ ഡി. ചിന്തിക്കുക, ഞാൻ പള്ളി തുടങ്ങാനേക്കാൾ മുമ്പ് ചോദിച്ചതാ, ഇപ്പോഴാണ് ഓർത്തെടുത്തത്. പ്രായമായെന്ന് പറയുന്നത് വെറുതെ. സിവിൽ ഐ ഡി. അവര് സിവിൽ ഐ ഡി ചോദിച്ചപ്പോ ഞാൻ അച്ഛന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവര് പിന്നെയും ചിരിച്ചു. അതല്ല, സിവിൽ ഐ ഡി വേണം. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഈ സിവിൽ ഐ ഡി എന്താ, വേഗം അയച്ചതാ. അപ്പൊ അവിടെയുള്ള കമ്മിറ്റിക്കാരൻ സജി അങ്കിളിനെ വിളിച്ചു, അങ്കിള് അയച്ചു തന്നു എന്ന് പറഞ്ഞ സിവിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ എന്റെ സ്പോൺസർ, എന്നെ കൊണ്ടുപോകുന്നത് അങ്കിളാ, എന്നെ സ്പോൺസർ ചെയ്യുന്നത് അങ്കിളാ, എനിക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് അങ്കിളാ. ഇത് കൂടാതെ അങ്ങോട്ട് ചെല്ലാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പോൺസർ കൂടാതെ കുവൈറ്റിൽ കാലുകുത്താൻ ഒക്കത്തില്ലെങ്കിൽ സ്വർഗത്തിൽ കാലുകുത്താൻ സ്പോൺസർ ചെയ്യാവുന്ന ഒരാളെ ഉള്ളൂ. അത് സ്വർഗത്തിന്റെ അധിപനായ യേശുവ. അവന്റെ മുദ്രയേൽക്കാത്ത ആരും സ്വർഗരാജ്യം പ്രാപിക്കയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരുമേനിയുടെ ലെറ്റർ നല്ലതാണ്. കോളേജിൽ വേറെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടും. അച്ഛനും നല്ല അച്ഛനാണ്, വേറെ ലെറ്റർ എഴുതി തരും. പക്ഷെ സ്വർഗത്തിൽ കയറ്റത്തില്ല. സ്വർഗത്തിൽ കയറ്റാൻ ഒറ്റ ഐഡിയ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ ഐഡിയ. എന്താ ഐഡിയ എന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഭാവി എന്ന ബോധത്തോടെ, മാനസാന്തരത്തോടെ, രക്ഷിക്കണമെന്ന നിലവിളിയോടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ക്രിസ്തു മുദ്ര വെച്ചാൽ അവൻ അവകാശമാക്കുന്നതാണ് ദൈവരാജ്യം. സ്തോത്രം. ചാർലി ക്രിക്ക്, നിങ്ങൾ എത്ര പേര് അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചാർലി ക്രിക്ക് പിള്ളേരോടൊക്കെ ചോദിച്ചാൽ മേ ബി എത്ര അമ്മമാരെ നിങ്ങൾക്കറിയാവോ ചാർലി ക്രിക്കിനെ കുറിച്ച്? ഏതോ ക്രിക്കന്റെ കാര്യമല്ല പറയുന്നത്, ഒരു പേരാ പറഞ്ഞത്. ചാർലി ക്രിക്ക് മരിച്ചുപോയി at the age of 31. became a martyr. എല്ലാവരും പറയും പൊളിറ്റിക്കൽ റീസൺ ആണ്. അല്ല, അതിനപ്പുറത്തൊരു റീസൺ ഉണ്ട്. ഇതുപോലൊരു വേദിയിലല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ വേദിയിൽ പൊളിറ്റിക്സ് സംസാരിക്കും, ദൈവവചനവും പറയും. ദൈവവചനം പറയുമ്പോൾ വ്യക്തമായി പറയും. എന്ന് പറഞ്ഞാൽ സ്വയഭോഗി സ്വർഗത്തിൽ കയറത്തില്ല,
ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന വ്യഭിചാരികൾ സ്വർഗത്തിൽ കയറില്ല. അത് അമേരിക്കയുടെ നിയമത്തിനെതിരാണ്. പക്ഷെ അത് തുറന്നു പറയും. ട്രാൻസ്ജെൻഡർ പാപമാണ്, തുറന്നു പറയും. അത് പറഞ്ഞതിന്റെ പേരില വെടിവെച്ചു കൊന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞതിന്റെ പേരില വെടിയേറ്റ് മരിച്ചത്. ചാർലി കിർക്കിന്റെ മെന്ററിന്റെ പേരാണ് ഫ്രാങ്ക് ചെറക് എന്നുള്ളത്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും. I don't have enough faith to be an atheist എന്ന പുസ്തകം അത് ഫ്രാങ്ക് ചെറക് എഴുതിയതാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും എത്തിസം അല്ലാതെ മോഹിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ക്രോസ് എക്സാമിൻ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ചാനലുണ്ട്, അതിന്റെ അകത്ത് കയറണം. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ PDF ഫയൽ അയച്ചു തരാം. ഫ്രാങ്ക് ചെറക് റീസണബിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന പുസ്തകം. ഈ ചാർലി കിർക്കിന്റെ മെന്റർ ആയിരുന്നു ഫ്രാങ്ക് ചെറക്. അദ്ദേഹത്തെ കുറിച്ച് അനുശോചിക്കുന്ന വേദിയിൽ ഈ ഫ്രാങ്ക് ചെറക് നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൻ വെടിയേറ്റ് വീഴുമ്പോൾ 10 വാരയകലെ ഈ ഫ്രാങ്ക് ചെറക് നിൽക്കുന്നുണ്ട്. കൂട്ടുകാർ ഓടി വന്നു, കഴുത്തിന് വെടിയേൽക്കുന്നത്. ഓടി വന്നു, കയ്യിൽ താങ്ങിയെടുത്തു. വണ്ടിയുടെ ഡോർ അടയ്ക്കാൻ പറ്റില്ല, കാര്യം ചാർലി വാസ് എ ബിഗ് മാൻ. 2 വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് കാല് പുറത്തേക്ക് കിടക്കുന്നു. ചാർലിയെ 3 പേര് താങ്ങി പിടിച്ചിരിക്കുന്നു. ഫ്രാങ്ക് ചെറക്കിന്റെ മടിയിൽ അദ്ദേഹം തല വെച്ചിട്ടുണ്ട്. ഫ്രാങ്ക് ചെറക് പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ ചാർലിയുടെ കണ്ണടയുന്നില്ല, ശരീരം ചലിക്കുന്നില്ല. അതിന്റെ അർത്ഥം ചാർലി പോയി എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ചാർലി പോയി. എന്തുകൊണ്ടാണ് ചാർലി സ്വർഗത്തിൽ പോയത്? ചാർലി ചെയ്ത നന്മ പ്രവർത്തി കൊണ്ടല്ല, ചാർലി സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടല്ല, ചാർലി യേശുവിനെ പരിചയപ്പെടുത്തിയത് കൊണ്ടല്ല, ചാർലി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. പ്രത്യുത ചാർലി സ്വർഗത്തിലെത്തിയത് ചാർലിയുടെ രക്ഷിതാവായ ക്രിസ്തു ക്രൂശിൽ അവന് വേണ്ടി സകലതും നിർവഹിച്ചത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇവിടെ വന്ന് മുട്ടുകുത്തി വിശുദ്ധ കുർബാന 1000 വർഷം കൈക്കൊണ്ടാലും സ്വർഗത്തിലെത്തുകയല്ല. എനിക്ക് വേണ്ടി ആരേറ്റു പറഞ്ഞാലും സ്വർഗത്തിലെത്തുകയല്ല. സ്വർഗത്തിലെത്തുന്നത് ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോഴാണ്. അവന്റെ പാരമ്പര്യമല്ല, കുടുംബമല്ല, ട്രഡീഷൻ അല്ല, കർമ്മമല്ല. ഒരുവനെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ത്യജിക്കപ്പെട്ടത്? ഉത്തരം, ഞാൻ അംഗീകരിക്കപ്പെടാൻ എന്റെ കർത്താവ് ത്യജിക്കപ്പെട്ടു. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കർത്താവ് മരിച്ചു. ബാർട്ടർമൻ തൊട്ട് ലോകത്തിലുള്ള സകല നിരീശ്വരവാദികളും ബിലീവ് ഇൻ എ ഹിസ്റ്റോറിക്കൽ ജീസസ്. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ യങ്സ്റ്റേഴ്സ് അതുകൂടെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ബാർട്ടർമൻ ആണെന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ നിരീശ്വരവാദി. പിന്നെ പേരൊക്കെ എൻ്റെ വായി നിൽക്കുന്നില്ല. ദ ഗോഡ് ഡിലൂഷൻ എന്ന പുസ്തകമൊക്കെ എഴുതിയത്. അവർ പോലും കർത്താവിന്റെ ചരിത്രപരത നിഷേധിക്കുന്നില്ല. യേശുവിന്റെ ഏറ്റവും വ്യക്തമായ ചരിത്രമാണ്. പൊന്തിയോസ് പീലാത്തോസിന്റെ കൈകളാൽ യേശു മരിച്ചു, ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ലോകത്തിന് നിരസിക്കാൻ പറ്റാത്ത ചരിത്രമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. എന്തിനു മരിച്ചു? സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ട് അവർ അവന്റെ ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. യേശു മരിച്ചു. ഈ മരണത്തിന് ചില പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കും. എന്താ ഈ മരണത്തിന്റെ പ്രത്യേകത? ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരു മരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പെസഹ ആഴ്ച വന്നാൽ ഏത് വിഷയമാണ് പ്രസംഗിക്കുന്നത്? 7 മൊഴി പ്രസംഗിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. ഉണ്ടല്ലേ? ഒരു 2.5 മണിക്കൂറൊക്കെ നിങ്ങൾ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇടപാട് തെറ്റുന്ന പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിളിക്കുമ്പോഴേ പറയാം, എനിക്ക് 7 മൊഴി പറയാനുള്ള ആരോഗ്യമില്ല, ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മൊഴി പറയാമെന്ന്. കാര്യം ഇത് വലിയ പാട് പിടിച്ച പരിപാടി. ആഴ്ച മുഴുവൻ ധ്യാനിക്കുന്നത് കർത്താവിന്റെ മരണമാണ്. എത്ര ദിവസമാ മർത്തോമ സഭ ഇത് ധ്യാനിക്കുന്നതെന്ന് അറിയാമോ? എത്ര ദിവസം? 40. 50 ദിവസമാക്കി. ഞങ്ങൾ 50 ദിവസമാക്കിയിരുന്നു. 50 ദിവസം മരണം ധ്യാനിക്കും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പഠിച്ചു. ഇതുപോലെ പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരു മരണമില്ല. 2, ഇതുപോലെ ഓർക്കപ്പെടുന്ന മറ്റൊരു മരണമില്ല. ഞാൻ വർഷത്തിലൊരിക്കൽ ഒരു ദിവസം വരുമ്പോൾ എൻ്റെ ആന്റിയെ ഓർക്കും,
എന്റെ അമ്മച്ചിയൊക്കെ ഇടയ്ക്കൊന്ന് ഓർക്കും. എന്നാൽ എല്ലാ ദിവസവും ഞാൻ ഓർക്കുന്ന ഒരു മരണമുണ്ട്. അത് കാൽവറിയുടെ കുലമരത്തിൽ എനിക്ക് വേണ്ടി മരിച്ച എന്റെ കർത്താവിനെയാണ്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ച തുടങ്ങുക. ഇതുപോലെ നന്ദി പറയുന്ന മരണമില്ല. ഒരാളും മരിച്ചതിന് ഉലകത്തിൽ ആരെങ്കിലും നന്ദി പറയുന്നെങ്കിൽ അത് യേശുവിന്റെ മരണത്തിനാ. എന്തിനാണെന്നറിയാമോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് 1000 നന്ദി. സ്തോത്രം. ഈ മരണത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇനി ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ. കേൾക്കുന്നവരെ മറക്കരുത്. മരിക്കാൻ വേണ്ടി ഉലകത്തിലേക്ക് വന്ന ഒരു മനുഷ്യനുമില്ല. എന്നാൽ മരിക്കാൻ വേണ്ടി ഉലകത്തിലേക്ക് വന്ന ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തിനാ വന്നത്? സ്തോത്രം. നമ്മളെല്ലാം ജനിച്ചു, ജീവിച്ചു. ഇന്ന് മരിക്കാൻ താല്പര്യമുള്ളവർ കരക്കുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇവിടെ ആൾക്കാരുണ്ടല്ലേ, നിങ്ങളൊക്കെ അപൂർവമായ ആൾക്കാരാട്ടോ. നോർമലി ഞാൻ കരം പോലും ഉയർത്താറില്ല. കരം ഉയർത്തിയതിന് സ്തോത്രം. എന്നാലും വീട്ടിൽ ശബ്ദം വല്ലതും മേടിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിച്ചാലോ? ഞങ്ങൾ അവിടെ പ്രസംഗിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞു, ക്രിസ്ത്യാനി നന്നാകാൻ വീടിന്റെ മുമ്പിൽ കാർ മേടിച്ചിടരുത്. പ്രത്യേകത, എഴുന്നേറ്റ് വരുമ്പോ മുറിക്കകത്തൊരു പെട്ടി മേടിച്ച് വെച്ചേക്കണം. എന്നിട്ട് അച്ഛൻ പറയാം, അത് കാണുമ്പോൾ ഓർക്കുമല്ലോ ഈ പെട്ടി കയറി കിടക്കാനുള്ളതാണ്. നന്നാകാൻ എളുപ്പം. എല്ലാവരും ജീവിക്കുന്നത് മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. രോഗം വന്നാൽ മരുന്ന് കഴിക്കാറുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ആശുപത്രിയിൽ പോകാറുണ്ടോ? ഉണ്ട്. എന്തിനാ പോണേ? എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഉത്തരം, മരിക്കാതിരിക്കാൻ വേണ്ടില്ല. തിരുവല്ല എന്നുള്ളത് ഒരു വലിയ പട്ടണമല്ലെന്ന് തിരുവല്ലക്കാർക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. കൊച്ചു റെയിൽവേ സ്റ്റേഷൻ, കൊച്ചു പട്ടണം. ഈ പട്ടണത്തിൽ 3 ആശുപത്രി ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ജനറൽ നോളജ് ആയിട്ട് കൂട്ടിയാൽ മതി. തിരുവല്ല മെഡിക്കൽ മിഷൻ, പുഷ്പഗിരി. ഇപ്പോൾ 3 പാർട്ടിക്ക് എടുത്തിട്ടും സ്ഥലം തികയാത്ത ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്. സ്ഥലമില്ല. എല്ലാ ദിവസവും എന്റെ ഭാര്യ അതിന്റെ ഐസിയുവില വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 12 മണിക്കൂർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ അതിന്റെ അർത്ഥം. 7 മണിക്ക് കയറി നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയാൽ ഇറങ്ങി വരുന്നത് മിക്കതും 10 മണിക്കാ. ഭക്ഷണം പോലും കഴിക്കാൻ നേരമില്ലാത്ത പണിയാ. ഭയങ്കര ആശുപത്രിയാ. അത് ഈ കൊച്ചു തിരുവല്ലയില്. എന്തിനാ? ഉത്തരം, മരിക്കരുത്. തീരുന്നില്ല. നടക്കാൻ പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ചോദിക്കുന്നില്ല. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ വെളുപ്പാങ്കാലം കണ്ടില്ല. കാര്യം കഴിപ്പ് കഴിഞ്ഞേച്ച് വന്ന് കിടക്കുമ്പോ എന്തായാലും 12 മണി. പിന്നെ സ്വസ്ഥതയുള്ള കാലമായതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങും. എഴുന്നേറ്റ് വരുമ്പോ 7:30 ആവും. അതുകൊണ്ട് ഇതുവരെ നടക്കാൻ പോകുന്നവരെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോയാൽ പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരേണ്ട വരും. അതുകൊണ്ട് സാഹസമൊന്നും ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പരിചയമില്ലാത്ത സ്ഥലമാണ്. എന്നാൽ എറണാകുളത്ത് പ്രസംഗിക്കാൻ ചെന്ന് പനമ്പള്ളി നഗരം വീട്ടിൽ കിടക്കുമ്പോ കേറി പറ്റിയ കൊതുക്, വിദ്യാഭ്യാസമുള്ള കൊതുക, എവിടെയാ കടിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. ലൈറ്റ് ഇട്ടാൽ എങ്ങോട്ട് പോകുന്നതെന്ന് മനസ്സിലാവില്ല. 3 മണിയായപ്പോ കുത്തി എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റപ്പോ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇനി പ്രാർത്ഥിക്കാം. കണ്ണു തുറന്ന് നോക്കിയപ്പോ ടൗൺ പനമ്പള്ളി സ്ട്രീറ്റ് ആക്റ്റീവാ. ചിലര് നടക്കുന്നു, ചിലര് ഓടുന്നു, ചിലര് കയ്യും കാലും ഉയർത്തുന്നു, ചിലരാ പെരുവഴിയിൽ കടന്നുകൊണ്ട് പുഷപ്പ് അടിക്കുന്നു, കാല് നീട്ടുന്നു. എന്തൊക്കെ പരിപാടിയാ? എന്താ ഇതൊക്കെ ചെയ്യുന്നേ? ഉത്തരം, മരിക്കരുത്. സ്തോത്രം. അതാ അതിന്റെ ഉത്തരം. നമ്മൾ നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന്റെ കാര്യം എന്നാ? മരിക്കരുത്. പക്ഷേ മരിക്കാൻ ഉലകത്തിലേക്ക് വന്ന ഒരുവന്റെ പേരാണ് കർത്താവ്. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വന്നത് അനേകർക്ക് വേണ്ടി തന്റെ പ്രാണനെ മറുവിലയായി കൊടുക്കേണ്ടതിന്. അത് മാത്രമല്ല, മരണം കൊണ്ട് തന്റെ വരവിന്റെ ലക്ഷ്യം നിവർത്തിച്ച ഒരാളുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. എല്ലാവരും ജീവിതം കൊണ്ട് എന്തെങ്കിലും നിവർത്തിക്കുക, എന്തെങ്കിലും പൂർത്തീകരിക്കുക. എന്നാൽ താൻ എന്തിനു വന്നോ അത് തന്റെ മരണം കൊണ്ട് നിവർത്തിച്ചവന്റെ പേരാണ് യേശു ക്രിസ്തു. സ്തോത്രം. അപ്പൊ ഒരു ചോദ്യം, എന്താ ഈ മരണത്തിന്റെ പ്രത്യേകത? എന്തിനാ ഇവൻ മരിച്ചത്? ഇനി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവത്തിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാം ദൈവത്തിന്റെ കോടതിയിലേക്ക് പോകാം. പാപിയും മരിക്കും, വിശ്വാസിയും മരിക്കും. എല്ലാവരും ഒരു ദിവസം ദൈവ കോടതിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കും. അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം
പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സമുദ്രം തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, ഭൂമി തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, ആകാശം തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. കാലമുണ്ടായത് മുതൽ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ആബാലവൃദ്ധം മനുഷ്യരും ഒരിക്കൽ ഉയർക്കും. ഉയർക്കുക മാത്രമല്ല, അവരെല്ലാം ദൈവത്തിന്റെ കോടതിയുടെ മുമ്പിൽ ഒരു ദിവസം ചെന്നു നിൽക്കും. ഞാനും നിങ്ങളും ആ കോടതിയുടെ മുമ്പിൽ ഒരു ദിവസം ചെന്നു നിൽക്കും. അന്ന് ചിന്തിച്ചത്, നനച്ചത്, പ്രവർത്തിച്ചത്, ഇരുട്ടത്തും വെളിച്ചത്തും പ്രവർത്തിച്ചത് മുഴുവൻ ആ കോടതിയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. ആ കോടതിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. നിങ്ങൾ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നുമില്ല. എനിക്ക് ആകെ കൂടെ പരിചയം പോലീസ് സ്റ്റേഷനിൽ ഒരിക്കൽ പോയത്. അന്ന് ഞാൻ അറ്റാക്ക് വരാതെ തിരിച്ചു വന്നത് വലിയ കാര്യമായി പോയി. എനിക്ക് ഈ മുസൽമാന്മാരെ എല്ലാം കൂടെ കണ്ടിട്ട് എൻ്റെ വണ്ടി പോയി ഇടിച്ചു. കാറ് പോയി ഇടിച്ച് അവർ പറഞ്ഞു, വണ്ടി ഇടിച്ച ആൾക്കാർ പറഞ്ഞു ഇത് കേസാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് പാതിരാത്രി 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ചെന്നു. എനിക്ക് കോടതിയെ കുറിച്ച് വലിയ പരിചയമില്ല, എങ്കിലും അറിയാവുന്ന കാര്യം, കോടതിക്കകത്ത് ജഡ്ജി അത് ദൈവമാണ്. വാദിഭാഗമുണ്ട്, പ്രതിഭാഗമുണ്ട്. എനിക്ക് വേണ്ടി വാദിക്കുന്നവനുണ്ട്, എനിക്കെതിരെ വാദിക്കുന്നവനുണ്ട്. ഞാൻ ആ കൂട്ടിൽ നിൽക്കുന്നു, നിങ്ങളും ആ കൂട്ടിൽ നിൽക്കണം. നിങ്ങളുടെ കാര്യം പറയാൻ നേരമില്ലാത്തതുകൊണ്ട് എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ആ കൂട്ടി നിൽക്കുകയാണ്. ഇപ്പൊ എനിക്കെതിരെ വാദിക്കുന്ന ഒരുവൻ ആരാവൻ? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം വിധിക്കുന്ന അപവാദിയായ പിശാച് അവനവിടെ കയറി വന്നിട്ടുണ്ട്. അവനവൻ എനിക്കെതിരെ വാദിക്കുന്ന വക്കീല് അവനവിടെ വന്നു നിന്നേച്ച് എന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി. 1, 2, 3 ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഈ വക്കീല് പറയുക ഞാനൊരു കൊലപാതകിയാണെന്ന്. ശ്രദ്ധിക്കണേ, കൊലപാതകം ചെയ്തവർ കൈ ഉയർത്തി സ്വത്രം പറഞ്ഞിട്ട് ആരെയും ഉയർത്തുമെന്ന് നോക്കട്ടെ. ആരുമില്ല. എന്നാൽ നമ്മളെല്ലാം കൂട്ടത്തിൽ പെടുമെന്നായി പുസ്തകം പറയുന്നു. ഞാൻ കൊന്നേക്കുന്നത് ഒരാളെയാണ്, അതൊരു കോഴീനെയാണ്. BBS പഠിപ്പിക്കാൻ ചെന്നപ്പോൾ കൊച്ചമ്മ പറഞ്ഞു കൂട്ടി കോഴി കിടപ്പുണ്ട്, കൊന്നു തന്നാൽ കറി വെച്ച് തരാമെന്ന്. ആദ്യമായിട്ട് എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചത് ഒരു കൊച്ചമ്മയാണ് CSIയില്. അന്നാണ് ഞാനൊരു കോഴിയെ കൊന്നത്. ആ കോഴിയുടെ ഗതികേട്, അത് ചാവാൻ പെട്ട പ്രയാസം ചെറുതല്ല. ഒരു വര വരച്ചിട്ട് പിന്നെ എനിക്കതിനെ വരയ്ക്കാൻ ധൈര്യമില്ലാതെ പോയി. അങ്ങനെ ഞാനൊരു കോഴിയെ കൊന്നിട്ടുള്ളൂ. എന്നെ നോക്കി പിശാച് പറയുക ഇവരൊരു കൊലപാതകിയ. ഞാൻ ചോദിച്ചു എന്റെ ആയുസില്. അപ്പൊ കർത്താവിന്റെ പ്രമാണം എന്നാന്നറിയാമോ? നീ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ നീ കൊലപാതകം ചെയ്തു എന്നതിന്റെ അർത്ഥം. അമ്മമാരെ, നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. എന്താ കാര്യം എന്ന് പറയട്ടെ? ഈ പിള്ളേരെ ഇത്രയും കഴുതകളെന്ന് വിളിച്ച അപ്പന്മാരല്ലേ വിളിക്കാറ്? സത്യം, നിന്റെ തലക്കകത്ത് കളിമണ്ണാണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ ഈ നാട്ടിലെ അമ്മമാരായതുകൊണ്ട് വലിയ പരിചയം കാണില്ല. എന്റെ നാട്ടിലെ, പ്രത്യേകിച്ച് എന്റെ അമ്മയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. യോ മക്കളെ മോശ എന്ന് വിളിച്ച അതിന്റെ അർത്ഥം എന്നറിയാമോ? നീ കൊലപാതകം ചെയ്തു വന്ന, നീ സഹോദരനോട് കോപിച്ചാൽ നീ നരകത്തിൽ പോകുമെന്ന. അങ്ങനെയാണെങ്കിൽ കോപിക്കാത്തവരാരൊക്കെയോ ഉള്ളത്? അയ്യോ, നമ്മളൊക്കെ നരകത്തിൽ പോകും. അപ്പൊ പിശാച് പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് ശരിയാ, ഞാൻ കൊലപാതകം ചെയ്തു, സത്യമാണ്. രണ്ടാമത്തെ പോയിന്റ് പിശാച് പറയും ഇവൻ വ്യഭിചാരിയ. മനഃപൂർവ്വം എന്തായാലും ചെയ്യുകയല്ല. പക്ഷെ പുസ്തകത്തിന്റെ അകത്തൊരു പ്രമാണമുണ്ട്. മോഹിക്കേണ്ടതിന് സ്ത്രീയെയോ പുരുഷനെയോ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്തു. സ്തോത്രം. ദൈവം ആക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തലക്കകത്തേക്കാ പോകുക, ചിന്തക്കകത്തേക്കാ പോകുക. അങ്ങനാണെങ്കിൽ എല്ലാവരും അകലത്തിൽ വീണു. അപ്പൊ വ്യഭിചാരിയാണ്. അടുത്തത് വിഗ്രഹാരാധിയ. ആരാ വിഗ്രഹം? മറ്റുള്ളവരൊന്നുമല്ല വിഗ്രഹം. നമ്മൾ വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്നില്ല. ഞാൻ ചിലപ്പോ എന്റെ വിഗ്രഹമാണ്. എന്നെ ഉയർത്തി പറയണം, നല്ല പ്രസംഗമെന്ന് പറയണം, നല്ല മനുഷ്യനെന്ന് പറയണം, ദൈവസ്നേഹമുള്ളവരെന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്കും സങ്കടമാണ്. അൺനെസസറി ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ ഞാൻ പറയും. എന്നാലും എന്നെ കുറിച്ച് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. അങ്ങനെയാണെങ്കിൽ എന്റെ അകത്തൊരു വിഗ്രഹമുണ്ട്, അത് ഞാൻ തന്നെയാ. എന്റെ കുടുംബമാകാം, എന്റെ മക്കളാകാം, എന്റെ ധനമാകാം, എന്റെ വിദ്യാഭ്യാസമാകാം, ഞാൻ പ്രാപിച്ചതാകാം. എന്റെ അകത്ത് വിഗ്രഹമുണ്ട്. പിശാച്
പിശാച് പറയുക ഇവൻ വിഗ്രഹാരാധിയാ. ശരിയാ, ഒന്നും പറയാനില്ല. പിശാച് പറയുക നിന്റെ പ്രമാണമൊന്നും ഇവൻ അനുസരിച്ചിട്ടില്ല. ബോഷ്കവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തല താഴ്ത്തി പറയും, ഉപകർത്താവേ ഞാൻ ബോഷ്ക്ക് പറഞ്ഞിട്ടുണ്ട്, മോഹിച്ചിട്ടുണ്ട്, ഉപകർത്താവേ മോഹിച്ചിട്ടുണ്ട്, കോപിച്ചിട്ടുണ്ട്, ഉപകർത്താവേ അസൂയ വന്നിട്ടുണ്ട്, ഉപകർത്താവേ ശങ്ക വന്നിട്ടുണ്ട്, ഉപകർത്താവേ ക്ഷമിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്, ഉപകർത്താവേ ദൈവത്തിന്റെ കോടതിയുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോ ഞാൻ അറിയാതെ പറയും, കർത്താവേ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ വിധി സിമ്പിളാ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. സ്തോത്രം. വിധിക്കുന്നവൻ അധികം ചിന്തിക്കണ്ട, പക്ഷേ വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ തല ഉയർത്തും, എന്നിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കും, എന്നിട്ട് പറയും, കർത്താവേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇവിടെ വന്നത് ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്തത് കൊണ്ടല്ല, പ്രത്യുത എന്റെ പാപത്തിന്റെ പരിഹാരമായി നിന്റെ പുത്രൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ സ്വർഗത്തിൽ നിൽക്കുന്നത്. കർത്താവെ ഞാൻ കർത്തൃമേശ സ്വീകരിച്ചത് കൊണ്ടല്ല, കർത്താവെ ഞാൻ ദാനധർമ്മം കൊടുത്തത് കൊണ്ടല്ല, കർത്താവെ ഞാൻ പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ടല്ല, ഞാൻ ചെയ്ത പാപത്തിന്റെ പരിഹാരമായി നിന്റെ പുത്രനായ ക്രിസ്തു കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാ ഇന്ന് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇത് കേൾക്കുമ്പോ എന്റെ ദൈവത്തിന് പറയാൻ ഒരു വിധിയുണ്ട്, നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പുത്രൻ മരിച്ചത് എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാ. എന്റെ കർത്താവ് കാൽവറിയിൽ 3 രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരിച്ച കല്ലറയിൽ കിടന്നത് ഞാൻ മരിച്ചു പോകാതെ, ഞാൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഒരു കർമ്മവും ആരെയും സ്വർഗത്തിൽ എത്തിക്കത്തില്ല, ഒരു നന്മ പ്രവർത്തിയും ആരെയും സ്വർഗത്തിൽ എത്തിക്കില്ല, ഒരു സഭയും ആരെയും സ്വർഗത്തിൽ എത്തിക്കില്ല. സ്വർഗത്തിൽ ചെല്ലാനുള്ള ഏക വഴി, ഒരേ ഒരു വഴി, അത് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. അതിന്റെ ഹൃദയത്തിലുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാദിവസം. അവനെ കൈക്കൊണ്ടാൽ നീ നിത്യജീവന്റെ അവകാശിയാകും. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഇവയാൽ ഒന്നും രക്ഷ സാധ്യമല്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, കർത്താവേ ഞാൻ പാപി ഏറ്റു പറഞ്ഞു പാപത്തെ ഉപേക്ഷിച്ച് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവൻ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് ജീവിതത്തെ ക്രൂശിന്റെ മുമ്പിൽ സമർപ്പിച്ചവനാണ് ദൈവരാജ്യത്തിന്റെ അവകാശി. ഹല്ലേലൂയ. 100 വർഷമല്ല, 1000 വർഷമല്ല, എത്ര വർഷം പള്ളിക്കകത്തിരുന്നാലും സ്വർഗരാജ്യം പ്രാപിക്കാൻ യേശു ക്രിസ്തു എന്ന ഏക വഴിയല്ലാതെ വേറൊരു വഴിയില്ല. അപ്പനമ്മമാരെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായിട്ടുണ്ടോ? പാപബോധം ഉണ്ടായിട്ടുണ്ടോ? ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടോ? പാപക്ഷമയ്ക്ക് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി കർത്താവിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായി എന്നെ ശുദ്ധീകരിക്കണമെന്ന് നിലവിളിച്ചിട്ടുണ്ടോ? അതാ മാനസാന്തരം, അതാ രക്ഷയുടെ ഒന്നാമത്തെ പടി. അത് അനുഭവിച്ചാലാ ഒരുവൻ ദൈവ പൈതലാകുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ പാപം ക്ഷമിച്ചവന്റെ അകത്ത് ക്രിസ്തു വന്ന് വസിക്കുന്നത്. ക്രിസ്തു വസിക്കുന്നവനാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
കർമ്മമല്ല, ക്രിയയല്ല, പ്രവൃത്തിയല്ല. കർത്താവ് നിർവഹിച്ച പ്രവൃത്തിയാണ് ഒരുവനെ സ്വർഗത്തിലെത്തിക്കുന്നത്. അവനുള്ള വിശ്വാസമാണ് അവനെ ദൈവമൈതലാക്കുന്നത്. ഇന്ന് രാത്രി അനുഭവം ഉണ്ടായിരുന്നു. എന്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ വെച്ചു കൊടുത്തത്. ഞാൻ നിലവിളിച്ചത്, ഞാൻ കരഞ്ഞത്. എനിക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, കർത്താവേ ഞാൻ പാപിയാണ്. എൻ്റെ പാപത്തിൻ്റെ വലിപ്പം എനിക്കറിയില്ല, പക്ഷെ ഞാൻ പാപിയാണ്. എന്നെ സ്വീകരിക്കണേ. എൻ്റെ അപ്പനെ കേൾക്കാതെ എൻ്റെ വീടിൻ്റെ ഒരു മുറിക്കകത്തിരുന്ന് ഞാൻ നിലവിളിച്ചത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞത് അന്ന് ഞാൻ അനുഭവിച്ചത് രക്ഷയുടെ സന്തോഷം. സ്തോത്രം. ഇന്നും ഞാൻ കരയാറുണ്ട്. മാനസാന്തരം അന്നൊരിക്കൽ സംഭവിച്ചതല്ല, ഇന്നും കരയും. കർത്താവേ തെറ്റിപ്പോയി, ഇഷ്ടമില്ലാത്തത് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണേ, രക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ. എന്റെ പ്രാർത്ഥന അങ്ങനെ എനിക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നും മാനസാന്തരം അത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഭവമുള്ള ദൈവമൈതലേ, മിഥ്യാബോധത്തിൽ ജീവിക്കരുത്. എങ്ങനെയും എത്തുമെന്ന് പറയരുത്. എങ്ങനെയും എത്തുന്ന സ്ഥലമല്ല ദൈവരാജ്യം. അത് യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രം എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടവൾ എന്ന ബോധ്യത്തോടെ മടങ്ങിപ്പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ അകത്തിരിക്കുന്ന ആരെയും കൊണ്ട് ഞാൻ കൈ ഉയർത്തിക്കത്തില്ല, എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പറയില്ല. കാര്യം എൻ്റെ വാക്കുകൾക്ക് വലിപ്പമില്ല, ആഴമില്ല. ഞാൻ നല്ല പ്രസംഗകരുമല്ലെന്ന് എനിക്കറിയാം. എൻ്റെ കഴിവുകൾ എനിക്കറിയാം. എൻ്റെ വാക്ക് എത്ര പേരെ തൊട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയില്ല. എന്നോട് എൻ്റെ കർത്താവ് സംസാരിച്ചു, ഞാൻ പ്രസംഗിച്ചു. എനിക്ക് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ. വിശ്വസിച്ചാൽ നീ ജീവരക്ഷ പ്രാപിക്കും. വിശ്വസിച്ചില്ലെങ്കിൽ നീ നശിച്ചു പോകും, നീ നരകത്തിൽ അവസാനിക്കും. നീ ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ നിത്യതയിലെത്തും. നീ ക്രിസ്തുവിനെ തിരസ്കരിച്ചാൽ നീ നിത്യ നരകത്തിൽ പോകും. ഇന്ന് രാത്രി എനിക്ക് പറയാൻ ഈ സന്ദേശം മാത്രമേ ഉള്ളൂ. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? വായു കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? പാപക്ഷമയ്ക്ക് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ? കർമ്മം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. എന്റെ വായു കൊണ്ട്, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്ന് രാത്രി സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ആത്മാവ് പരിവർത്തിക്കട്ടെ. എല്ലാ ദൈവമക്കളും അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരാൾ മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുക പോലും വേണ്ട. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ആരും കണ്ണു തുറക്കരുത്. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ആരും പുറത്തു പോകരുത്. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് എല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ക്രൂശിലേക്ക് കൈ ഉയർത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, രക്ഷിതാവിനോട് നിലവിളിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, രക്ഷിക്കണമേ എന്ന് കരയാൻ മനസ്സുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നിടത്ത് രക്ഷകൻ നിങ്ങളെ സന്ദർശിക്കട്ടെ. ഇന്ന് രക്ഷാ ദിവസമാകട്ടെ. ഇന്ന് ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരാകട്ടെ. ഇന്ന് സ്വർഗത്തിൽ പേരെഴുതപ്പെടട്ടെ. ഇന്ന് ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബം കുടുംബമായി, കുലം കുലമായി, വ്യക്തി വ്യക്തികളായി ഈ സഭയ്ക്കകത്ത് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന നമ്മളെല്ലാവരും നിത്യജീവന്റെ അവകാശികളായി തീരട്ടെ. ഒറ്റ കാര്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഏത് പാപിക്കും എത്ര അകന്നമായവനും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. എന്നവനിൽ വിശ്വസിച്ചാൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതും. അവൻ എന്നെ ദത്തെടുക്കും.
അവൻ എന്നെ സ്വീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥന ഇതിന്റെ അകത്ത് മുടങ്ങട്ടെ. രക്ഷയുടെ ഉറപ്പ് വ്യാപരിക്കട്ടെ, രക്ഷയുടെ ഉറപ്പ് വ്യാപരിക്കട്ടെ. ഹൃദയത്തിന്റെ അകത്ത് ആത്മാവിന്റെ രാത്രി ഉറപ്പിക്കട്ടെ. ചെറിയവർ വലിയവർ എന്ന വ്യത്യാസമില്ലാതെ നീ ദൈവത്തിന്റെ വകയെന്ന് പറയുന്ന ആത്മാവിന്റെ ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആത്മാവ് മുഴക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കർത്താവേ, നീ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നീതീകരിക്കാൻ നീ ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിശുദ്ധീകരിക്കാൻ നീ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹാപുരോഹിതനായി ഇരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായി നീ മടങ്ങി വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വാസം ഇന്നകത്ത് കത്തിത്തുടങ്ങട്ടെ, കത്തിത്തുടങ്ങട്ടെ. അണഞ്ഞുപോയവരുണ്ടെങ്കിൽ, ബോധ്യമില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസം ഒരു നാമ്പ് പോലെ അകത്ത് കത്തിപ്പിടിക്കട്ടെ. ക്രിസ്തുവിലുള്ള വിശ്വാസം അകത്ത് കത്തട്ടെ, അകത്ത് കത്തട്ടെ. ആത്മാവിന്റെ ഉറപ്പ് നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നിങ്ങൾക്കും എനിക്കും പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് കൈകളെ ഉയർത്താം, നിങ്ങൾക്ക് കണ്ണുനീരൊഴുക്കാം, നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അതരം തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ 2-3 മിനിറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുകയാ. നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇന്ന് രാത്രി രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പറയാതെ പോകരുത്. കർത്താവേ, സഹായിക്കണമെന്ന് പറയാതെ പോകരുത്. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാൽ പാരിൽ പാരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ ഇന്ന് രാത്രി ക്രൂശെടുത്തുകൊണ്ട് രക്ഷകന്റെ പുറകെ പോകാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ, കൃപ നൽകട്ടെ. രക്ഷയുടെ ഉറപ്പോടുകൂടെ വീട്ടിലേക്ക് പോകാൻ കർത്താവ് കൃപ നൽകട്ടെ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വ്യക്തതയോടെ മടങ്ങിപ്പോകാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നല്ല കർത്താവേ, നിന്റെ നടുവിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കാണ് സ്തോത്രം. കർത്താവേ, ആരോടെങ്കിലും ഒക്കെ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. ഉറപ്പുള്ളവരായി മടങ്ങിപ്പോകാൻ കൃപ തന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് എന്താണ് നിർവഹിച്ചതെന്ന ബോധ്യത്തോടെ മടങ്ങിപ്പോകാൻ കൃപ തന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.